إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കോലാഹലങ്ങൾ അവസാനിച്ച ഒരു സമയത്താണ് ഉള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ വിജയാഹ്ലാദ പ്രകടനങ്ങളിൽ മുമ്പൊന്നും കാണാത്ത വിധമുള്ള മൂല്യച്യുതികളും അപച്യുതികളും ഈ പ്രാവശ്യം പ്രത്യേകിച്ചും നമ്മുടെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ നാം കാണുകയുണ്ടായി. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭാഗവാക്കാണ് എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിലും പ്രാധാന്യത്തോടും നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതത്തിൽ രാഷ്ട്രീയമാവാം, അതിൽ ഒരു തർക്കവും ഇല്ല. അതേപോലെ തന്നെ അവന്റെ മതത്തിലും അവന്റെ രാഷ്ട്രീയത്തിൽ മതം വേണം എന്നതിലും തർക്കമില്ല. മതത്തിന്റെ മതിലുകൾ തകർത്തുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് വരുത്തുകയുള്ളൂ. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിയമങ്ങൾ ഏതു കാലത്തേക്കും ഏത് സന്ദർഭത്തിലേക്കും ഉള്ളതാണ്. സന്തോഷിക്കുമ്പോഴും അതുപോലെ തന്നെ സന്താപത്തിന്റെ സന്ദർഭങ്ങളിലും അമിതമാവുക, ഓവറാവുക എന്നുള്ളതൊരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. പരിധി വിറ്റുകൊണ്ട് സന്തോഷ പ്രകടനങ്ങൾ നടത്തുകയും സന്തോഷിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമില്ല. അത്തരക്കാരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം
അവൻ നിർബന്ധമായിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്തു വീട്ടേണ്ട ഒരുപാട് ആരാധനാ കർമ്മങ്ങളുണ്ട്. അവന്റെ ജീവിതത്തിൽ അവൻ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ആ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളിൽ പോലും പരിധിയും അതുപോലെ തന്നെ അതിരുകളും അല്ലാഹു വച്ചിട്ടുണ്ട്. ഇബാദത്തുകളിൽ പോലും അതിര് കവിയാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ കണിശമായ നിർദ്ദേശം. അഥവാ ഒരു മനുഷ്യൻ നിർബന്ധമായിക്കൊണ്ടും അല്ലാഹുവിന് കൊടുത്തുവീട്ടേണ്ട ആരാധനാ കർമ്മത്തിൽ പോലും അതിരുകളുണ്ട്, പരിധികളും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരാധനകൾക്ക് അല്ലാഹു സമയം നിർണയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണം, രീതി, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല കണക്കാക്കിയിട്ടുണ്ട്. ആ ആരാധനകളിൽ പോലും അതിര് കവിയാൻ പാടില്ലെങ്കിൽ ദുനിയാവിന്റെ വിഷയങ്ങളിൽ ഏതായാലും അതിര് കവിയാൻ പാടില്ലെന്ന് ഒരു വിശ്വാസിയെ പ്രത്യേകിച്ചും ഉണർത്തേണ്ട കാര്യമില്ല. എന്നാൽ മതത്തിന്റെ സർവ്വസീമകളെയും തകർത്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ, ഞാൻ ഇവിടത്തെ കാര്യമില്ല പറയുന്നത്, മൊത്തത്തിൽ കേരളത്തിൽ മുസ്ലിം സമുദായം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസത്തിൽ മതത്തെ ചവിട്ടി മെതിക്കുന്ന രീതിയിലാണ് പ്രത്യേകിച്ചും സ്ത്രീകളുടെ പെരുമാറ്റമുണ്ടായിട്ടുള്ളത്. ജയിച്ച സ്ഥാനാർത്ഥികളെ അന്യപുരുഷന്മാർ വാഹനത്തിലേറ്റുകയും അവർക്ക് കൈകൊടുക്കുകയും അവരെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ മോശമായ രംഗങ്ങൾ നമ്മൾ ഈ സമുദായത്തിൽ കാണുകയുണ്ടായി. അത് ഏത് പാർട്ടിയാണെങ്കിലും ദീന് കഴിഞ്ഞുകൊണ്ടുള്ള ഒരു പാർട്ടി പ്രവർത്തനം ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. കാരണം ഏത് ആഹ്ലാദത്തിന്റെ സന്ദർഭത്തിലും ദീൻ കൈവിട്ട് കഴിഞ്ഞാൽ എപ്പോഴാണ് മരണം നമ്മെ തേടിയെത്തുക എന്ന് ആർക്കും നിശ്ചയമില്ലാത്തതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏത് സന്ദർഭത്തിലും മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിക്കൊണ്ട് പൂർണ്ണമായി വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കുന്ന അവസ്ഥയുണ്ടാകരുതെന്ന് വിശ്വാസികളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. സഹോദരന്മാരെ, ഒന്നും ഓവറാകാൻ പാടില്ല. എല്ലാത്തിനും ദീനിൽ പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എമ്പാടും സന്തോഷിക്കേണ്ട അവസ്ഥകളൊക്കെ അല്ലാഹു ദീൻ നമുക്ക് വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ സ്വീകരിച്ചാൽ മതി. വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താണോ നിങ്ങളോട് വിലങ്ങിയിട്ടുള്ളത്, എന്താണോ നിങ്ങളോട് വിലക്കിയിട്ടുള്ളത്, ഫൻതഹൂ, അതിൽ നിങ്ങൾ പൂർണ്ണമായും വിരമിക്കണം. അതിൽ നിങ്ങൾക്ക് ഒരു ഖൈറും ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ ഒരു കാര്യം വിലക്കുണ്ടെങ്കിൽ അത് ചെയ്യരുതെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഖൈറ് ദുനിയാവിലും ആഖിറത്തിലും നമുക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് ഫൻതഹൂ, നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കണം. ദീനി എപ്പോഴും അതിരുകൾക്കപ്പുറത്തേക്ക് പോകും, നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ പറയാണ്, തിൽക ഹുദൂദുല്ലാഹ്. അള്ളാഹുവിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞ ശേഷം അല്ലാഹു പറയും തിൽക ഹുദൂദുല്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിന്റെ അതിരുകളാണ്. അതുകൊണ്ട് ഫലാ തഅതദൂഹാ, നിങ്ങൾ അള്ളാഹുവിന്റെ അതിരുകളെ ഭേദിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, അള്ളാഹുവിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് ആരെങ്കിലും പോയാൽ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാണ് അക്രമികൾ, അവർ ളാലിമീങ്ങളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ പഠിപ്പിക്കുന്നത്. ഇത് എല്ലാ രംഗത്തുമുണ്ട്. ഇത് സാമ്പത്തിക രംഗത്തുണ്ട്, അതുപോലെ തന്നെ കുടുംബജീവിതത്തിലുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ട്, കല്യാണത്തിലുണ്ട്, കച്ചവടത്തിലുണ്ട്, എല്ലാ രംഗത്തിലുമുണ്ട്. ഏത് രംഗത്തും പടച്ച റബ്ബിന്റെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട് മാത്രം പ്രവർത്തിക്കുകയും അതിനനുസരിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന വിശ്വാസികൾ, അവരാണ് വിശ്വാസികൾ. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറയാണ്, വിശ്വാസികളുടെ സ്വഭാവം വിശദീകരിക്കുന്നത് അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണവർ.
ഇതിനുള്ള പറഞ്ഞു വൽ ഹാഫിളൂന ലിഹുദൂദില്ലാ, അല്ലാഹുവിന്റെ ഹുദൂദുകൾ, അല്ലാഹുവിന്റെ അതിരുകളെ സൂക്ഷിക്കുന്നവരാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളെ അവർ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരൂല. അല്ലാഹുവിന്റെ വിലക്കുകളെയും അല്ലാഹുവിന്റെ പരിധികളെയും കാത്തു സൂക്ഷിക്കുന്നവരാണവർ. അവരാണ് വിശ്വാസികൾ. വബശ്ശിരിൽ മുഅ്മിനീൻ, അങ്ങനെയുള്ള വിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ സന്തോഷവാർത്ത അറിയിച്ചുകൊള്ളുക. വീണ്ടും പറഞ്ഞു സൂറത്ത് തലാഖിൽ, തിൽക ഹുദൂദുല്ലാഹ് വമൻ യതഅദ്ദ ഹുദൂദുല്ലാഹി ഫഖദ് ളലമ നഫ്സഹു, അല്ലാഹുവിന്റെ പരിധികൾക്കപ്പുറത്തേക്ക് ആരെങ്കിലും ചാടിപ്പോകുന്നുണ്ടെങ്കിൽ അവൻ സ്വന്തത്തോട് തന്നെ ദുൽമ പ്രവർത്തിച്ചവരാണ് എന്നിങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരന്മാരെ, ഏത് രംഗത്തും, സാമ്പത്തിക രംഗത്താണെങ്കിലും വ്യക്തിജീവിതത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിൽ പോലും ഭക്ഷണത്തിലാണെങ്കിലും ഏത് വസ്ത്രത്തിലാണെങ്കിലും ഒക്കെ അള്ളാഹുവിന്റെ പരിധികളുണ്ട്. ആ പരിധികൾ അള്ളാഹു വെച്ചിട്ടുള്ളത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് അള്ളാഹിന്റെ ഹുദൂദുകൾ ആരെങ്കിലും അപ്പുറത്തേക്ക് പോയാൽ ഫഖദ് ളലമ നഫ്സഹു, അവൻ സ്വന്തം നഫ്സിനോട് തന്നെയാണ് ദുൽമ കാണിക്കുന്നത് എന്ന് അള്ളാഹു പറയാൻ കാരണം എന്താ? അള്ളാഹുവിന്റെ ബൗണ്ടറികൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം തന്നെയാണ് തകരാറിലാകുന്നത്, നമ്മുടെ ആത്മാഭിമാനം തന്നെയാണ് തകരുന്നത്, നമ്മുടെ ചാരിത്ര വിശുദ്ധി തന്നെയാണ് തകർന്നു പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഉണ്ടാകാം. ഇയ്യാക്കും വൽ ഗുൽവ ഫിദ്ദീൻ, നിങ്ങൾ ദീനിന്റെ വിഷയത്തിൽ അതിര് കവിയുന്നതിൽ നല്ലോണം സൂക്ഷിക്കണം. വഇന്നമാ അഹ്ലക മൻ കാന ഖബലകും അൽ ഗുലുവു, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളൊക്കെ നശിച്ചു പോകാൻ കാരണമെന്താണ്? അത് ദീന് അല്ലാഹ് പറഞ്ഞതിനേക്കാളും അപ്പുറത്തേക്ക് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെയും അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ സഹോദരന്മാരെ നമുക്കുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ നോക്കൂ, എന്തൊരു മോശമായ പ്രകടനങ്ങളാണ്, എന്തൊരു മോശമായ, പ്രത്യേകിച്ചും സ്ത്രീകളുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. മുമ്പും ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നമ്മുടെയൊക്കെ നാടിൽ നടന്നിട്ടുണ്ട്, വിജയാഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആവശ്യം തന്നെയാണ്, പിന്നെ അതിൻ്റെ ഒരു പരിധിവരെ. അതേസമയത്ത് സ്ത്രീകൾ പൊതുവായി കൊണ്ട് ഇറങ്ങുകയും ആണും പെണ്ണും മോരും മുതിരയും വെച്ചതുപോലെ ആണുങ്ങൾ തുള്ളുന്ന പോലെ പെണ്ണുങ്ങളും തുള്ളുകയും അതിനനുസരിച്ച് ആടുകയും ചെയ്യുന്ന രീതി, ഇത് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളും നമ്മുടെ സമുദായത്തിനുള്ളിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. സമുദായത്തിന് തെറിച്ചു പോയവരൊക്കെ അവർ ഒരുപക്ഷെ മുസ്ലിം നാമധാരികളായിരിക്കാം, അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന ഇത്രയും വ്യാപകമായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ രീതി ഒരിക്കലും സഹോദരന്മാരെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഇത് വളരെ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇതിന് നിയന്ത്രണം വരുത്തിയിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബറക്കത്ത് ഈ ഉമ്മത്ത് നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ബനൂ ഇസ്രായേലിന്റെ നാശത്തിന്റെ ഹേതുവായിക്കുള്ള കാരണങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തുകളും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല ഫിത്നത്തിൻ ഫീ ബനി ഇസ്രായേൽ, ബനൂ ഇസ്രായേൽ സമുദായത്തിന്റെ നാശത്തിന്റെ ഒന്നാമത്തെ ഹേതുവായിരുന്നത് അവരിൽ അത്തബറുജു ഫിന്നിസ, സ്ത്രീകളുടെ അഴിഞ്ഞാട്ടമായിരുന്നു. അഥവാ ഒരു സമുദായത്തിൽ സ്ത്രീകൾ അഴിഞ്ഞാടുന്നുണ്ടെങ്കിൽ ആ സമുദായത്തിന്റെ നാശത്തിന്റെ ഒന്നാം തീയതി കുറിക്കപ്പെട്ടു എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അത് സൂക്ഷിക്കേണ്ടതുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ബന്ധങ്ങൾ ഒരുപാട് പരിധികളത് വെച്ചിട്ടുണ്ട്. ആ പരിധികൾ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സുരക്ഷിതത്തിനും പ്രത്യേകിച്ചും സ്ത്രീകളുടെ സുരക്ഷിതത്തിനും വേണ്ടി തന്നെയാണ്. അവിടെ വസ്ത്രമാണെങ്കിലും അവർ പുറത്തിറങ്ങുന്ന വിഷയമാണെങ്കിലും ഒക്കെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല, സ്ത്രീകൾ അവിടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഇത് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമാണ്. വലാ തബറുജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിന് മുമ്പുള്ള ജാഹിലിയത്തിൽ സ്ത്രീകൾ അഴിഞ്ഞാടിയതുപോലെ നിങ്ങൾ അഴിഞ്ഞാടരുത് എന്നാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. അത് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും നിർദ്ദേശമാണ്. സ്വന്തം ഭാര്യമാരെയും പെങ്ങളെയും പെൺകുട്ടികളെയും അഴിഞ്ഞാടാൻ വിടാൻ പാടില്ല. അത് ജാഹിലിയത്താണ്. അതിന്റെ ഉത്തരവാദിത്വം പുരുഷന്മാർക്ക് കൂടിയുണ്ട്. കാരണം തന്റെ ഭാര്യ ഒരു അന്യപുരുഷന്റെ മുമ്പിൽ ഔറത്ത് കാണിച്ച് നടക്കുന്നതിന് ഒരു ഭർത്താവിന് പ്രശ്നമില്ലെങ്കിൽ അത് ഭർത്താവിന്റെ കുഴപ്പം തന്നെയാണ്. ആ ഭർത്താവിനെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞത് ദയ്യൂസ് എന്നാണ്, അവന് സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തന്റെ പെൺകുട്ടികൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവിടെ ഔറത്തുകൾ പുറത്തു കാട്ടി അഴിഞ്ഞാടുകയും തുള്ളിച്ചാടുകയും ചെയ്യുന്നതിന് ഒരു പിതാവിന് പ്രശ്നമില്ലെങ്കിൽ അയാളും ദയ്യൂസാണ്.
തന്റെ കുടുംബത്തിലും തന്റെ കീഴിലും താമസിക്കുന്നവർ എന്തിന്റെ പേരിലാണെങ്കിലും, അത് കല്യാണത്തിന്റെ പേരിലാണെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും ഇനി മതത്തിന്റെ പേരിൽ തന്നെയാണെങ്കിലും, സഹോദരന്മാരെ, അതിനൊന്നും ഒരിക്കലും ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഒരു ഇളവുകളും എവിടെയും ലഭിക്കുന്നില്ല. കല്യാണത്തിന്റെ ദിവസങ്ങളുടെ അവസ്ഥ എന്താ ഇന്നത്തെ സമുദായത്തിന്റെ? എത്ര ആളുകളാണ് ഔറത്തുകൾ മറച്ചുകൊണ്ട് കല്യാണത്തിന് പങ്കെടുക്കാറുള്ളതെന്ന്? ഇത് കല്യാണമല്ലേ എന്നാ പറയാ. എന്താ കല്യാണത്തിന്റെ ദിവസത്തിൽ ഇസ്ലാമിൽ വല്ല ഇളവുണ്ടോ? ഏത് സന്ദർഭത്തിലും നമ്മുടെ തൊണ്ടക്കുടിയിൽ റൂഹുണ്ടെങ്കിൽ നമ്മുടെ ഈമാനും അതിന്റെ കൂടെ ഉണ്ടാകണം. നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് വേർപിരിയുന്നത് വരെ നമ്മളൊരു മുസ്ലിമാണെങ്കിൽ ഇസ്ലാമിന്റെ നിയമങ്ങളും ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളുമൊക്കെ ആ ജീവനുള്ള കാലത്തോളം, ബോധമുള്ള കാലത്തോളം നമ്മൾ കൊണ്ടു നടക്കേണ്ടതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ പരിധികൾ വെച്ചിട്ടുള്ളതാണ്. അവർക്ക് ദുനിയാവിൽ സുരക്ഷിതത്വത്തിനും അതുപോലെ തന്നെ മറ്റുള്ളവർ അവരെ നോട്ടമിടാതിരിക്കാനും അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും വേണ്ടി തന്നെയാണ് ഒരുപാട് നിർദ്ദേശങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വെച്ചിട്ടുള്ളത്. ഒരു പെണ്ണ്, ഒരു ആണും പെണ്ണും ഒറ്റക്കാകാൻ പാടില്ല. ഒരു ദീർഘമായ യാത്രയാണെങ്കിൽ ഒരു മഹറമായ പുരുഷന്റെ കൂടെ ഇല്ലാതെ യാത്ര പോകാൻ പാടില്ല. എത്ര നിർദ്ദേശങ്ങൾ. അതുപോലെ തന്നെ ഒരാണും പെണ്ണും ഒന്നിച്ചാണെങ്കിൽ മൂന്നാമതായിക്കൊണ്ട് പിശാച് അവിടെ ഉണ്ടാകും. അത് കല്യാണത്തിലെ സ്ഥലത്താണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അവിടൊക്കെ ശൈത്താൻ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, പുറത്തിറങ്ങുമ്പോൾ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അള്ളാഹിന്റെ നിർദ്ദേശമല്ലേ. മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോട് നബിയെ നിങ്ങൾ പറയണം, അവിടെ ജിൽബാബുകൾ അവിടെ മാറിടത്തിലൂടെ താഴ്ത്തിയിടണം. അവിടെ സൗന്ദര്യങ്ങളും ശരീരത്തിന്റെ ഭാഗങ്ങളും മേനികളുമൊന്നും മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കാൻ പാടില്ലെന്ന് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നിർദ്ദേശമാണ്. പക്ഷെ അതെല്ലാം നമ്മുടെ സമുദായം അതൊക്കെ പഴഞ്ചനാണ്. സ്ത്രീകൾ കുറച്ചൊക്കെ അവരൊക്കെ കാണിച്ച് കുറച്ചൊക്കെ മേക്കപ്പെട്ട് പുറത്തിറങ്ങിയാങ്കിലേ ഇന്നത്തെ സമുദായത്തിന്റെ കൂടെ ഓടാൻ കഴിയുകയുള്ളൂ എന്ന് സഹോദരന്മാരെ നമ്മളാരും വിചാരിക്കരുത്. നമ്മൾ എവിടെ ഓടിയാലും നമ്മൾ മരണം വരെ ഓടാൻ കഴിയുള്ളൂ നമുക്ക്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര ഓടിയാലും എത്ര ചാടിയാലും എത്ര കുതൂഹലങ്ങൾ കളിച്ചാലും അവൻ മരണത്തോടുകൂടിയെല്ലാം അവസാനിക്കും. നമ്മുടെ ജീവിതം തുടങ്ങുന്നത് മരണത്തോടുകൂടിയാണല്ലോ. ഇതൊരു പരീക്ഷാഹാളാണ്. ഇതൊരു പരീക്ഷണത്തിന്റെ ഗേഹമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞാൽ, പരീക്ഷ കഴിഞ്ഞാൽ റിസൾട്ടിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജസാഇന്റെ പ്രതിഫലത്തിന്റെ ദിവസങ്ങൾ അനന്തമായ ജീവിതം ആരംഭിക്കാനിരിക്കുന്നു. അതുകൊണ്ട് ആ ജീവിതത്തിന് തടസ്സമാകുന്ന ഒന്നും തന്നെ സഹോദരന്മാരെ നമ്മുടെ ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് എന്തിന്റെ പേരിലാണെങ്കിലും ഉണ്ടാകാൻ പാടുള്ളതല്ല. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖറജത്തിൽ മർഅതു ഇസ്തശ്റഫഹ ശൈത്താൻ. ഒരു പെണ്ണ് പുറത്തേക്കിറങ്ങിയാൽ ആ പെണ്ണിനെ പിശാച് മറ്റുള്ളവരുടെ കണ്ണിൽ അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കുമെന്ന. അപ്പോൾ പൊതുപ്രവർത്തനത്തേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾ നല്ലോണം ശ്രദ്ധിക്കണം. അവാർഡുകളിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളൊക്കെ നമ്മുടെ സ്ത്രീകൾക്ക് സംവരണം ഉണ്ടാകുമ്പോൾ അവിടെ പുരുഷന്മാർക്ക് മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ അവിടെയും ദീന് വിട്ടുകൊണ്ട് ഞാൻ പഞ്ചായത്ത് മെമ്പറല്ലേ, അല്ലെങ്കിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റല്ലേ, അല്ലെങ്കിൽ ഞാൻ ബ്ലോക്ക് മെമ്പറല്ലേ, അല്ലെങ്കിൽ ഞാൻ ജില്ലാ പഞ്ചായത്തിൽ അംഗല്ലേ, അതൊക്കെയാണെങ്കിലും നിങ്ങളൊരു മുസ്ലിമാണ്. അതൊക്കെയാണെങ്കിലും നാം ഒരു മുഅ്മിനാണ്, വിശ്വാസിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ് ഞങ്ങൾക്ക് അധികാരം. ആ ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും അതുപോലെ തന്നെ ഏത് പഞ്ചായത്തിനും പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും അതൊക്കെ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ് വിജയം, നമുക്ക് നൽകിയതാണ് അധികാരം. ആ അധികാരത്തിൽ അള്ളാഹുവിന്റെ പരിധികളും അള്ളാഹുവിന്റെ നിയമങ്ങളും ലംഘിക്കാതിരിക്കാൻ വിശ്വാസികളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെ കല്യാണത്തിന്റെ അവസ്ഥ. ഇന്ന് കല്യാണങ്ങൾ പോലും നമ്മുടെ രക്ഷിതാക്കളല്ല നിയന്ത്രിക്കുന്ന. അവിടെ വരുന്ന ഫോട്ടോഗ്രാഫർമാരുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫർമാരാണ് കല്യാണം നിയന്ത്രിക്കുക. വരനും വധുവും എങ്ങനെ നിൽക്കണം, എങ്ങനെ തിരിയണം, എവിടേക്ക് തിരിയണം, നിങ്ങൾ ആലോചിച്ചു. ഇതൊക്കെ എല്ലാ ആളുകളുടെയും ഒരു രക്ഷിതാക്കൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സമുദായത്തിൽ പ്രത്യേകിച്ചും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കൂടിക്കലരുകൾ അതിന്റെ സകലമായ പരിധികളും വിട്ടുകടന്നിട്ടുണ്ട് എന്നുള്ളത് സഹോദരന്മാരെ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ ആരെയും ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനല്ല പറയുന്നത്. ഇതിന് പരിധിയും അതുപോലെ തന്നെ അതിരുകളും നമ്മൾ നിർണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഉമ്മത്തിന് തകർച്ചയുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ടതല്ല, ഒരു പ്രത്യേകിച്ച് മുസ്ലിമിന്റെ സംസ്കാരത്തിൽപ്പെട്ടതല്ല ഇത്. കാരണം നമ്മുടെ മുൻഗാമികളായ ആളുകൾ
അവരും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു, രാജ്യത്ത് വിജയമുണ്ടായിട്ടുണ്ട്, തെരഞ്ഞെടുപ്പുണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ അഴിഞ്ഞാട്ടം അത് പാശ്ചാത്യൻ അല്ലെങ്കിൽ പ്രത്യേകിച്ചും നാസ്തിക, പ്രത്യേകിച്ചും ലിബറൽ സംസ്കാരം നമ്മുടെ സമുദായത്തിൽ സ്വാധീനം ചെലുത്തിയതിന്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾക്കറിയോ, സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ, ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും മികച്ചു നിന്ന മഹാപണ്ഡിതന്മാർ ജീവിച്ച, മുസ്ലിം സമുദായത്തിന് ഒരുപാട് ബൗദ്ധികമായിട്ടുള്ള സംഭാവനകൾ അർപ്പിച്ച, ദീനിയായിക്കൊണ്ട് സംഭാവനകൾ അർപ്പിച്ച ഒരു രാജ്യമായിരുന്നു സ്പെയിൻ എന്ന് പറയുന്നത്. മഹാനായ ഇബ്നു ഖൽദൂനെ പോലെയുള്ള, അതുപോലെ തന്നെ ഖുർത്തുബിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അവരൊക്കെ സ്പെയിനിന്റെ സംഭാവനകളായിരുന്നു. ഒരു രാജ്യത്ത്, ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ വൈജ്ഞാനിക കേന്ദ്രമായിരുന്നു സ്പെയിൻ. അവിടെയുള്ള ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ, എങ്ങനെയാണ് അവിടെ മുസ്ലിമീങ്ങളുടെ ആ ഇസ്ലാം തകർന്നു പോയത്? അവിടെ എങ്ങനെയാണ് പാശ്ചാത്യ സംസ്കാരം കടന്നു വന്നത്? എങ്ങനെയാണ് സ്പെയിൻ മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? ഇതൊക്കെ നമുക്കൊരു പാഠമാണ് ചരിത്രത്തിൽ നിന്നുള്ള. അവിടുത്തെ മുസ്ലിമീങ്ങൾ മെല്ലെ മെല്ലെ സാംസ്കാരികമായി അധപ്പതിക്കുകയും പാശ്ചാത്യൻ സംസ്കാരത്തെ തങ്ങളുടെ സംസ്കാരമായി കൊണ്ടു നടക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇസ്ലാമിന്റെ അടയാളങ്ങൾ പോലും അവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടുകയും പള്ളികൾ പോലും ചർച്ചകളാക്കി മാറ്റപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. ഇസ്ലാമിന്റെ ഒരു അസർ പോലും ഇന്ന് അവിടെ ബാക്കിയില്ലാതെ ഒരു പൂർണ്ണമായ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇസ്ലാമിക ഇപ്പം മെല്ലെ മെല്ലെ കടന്ന് രണ്ടാമത് വരുന്നുണ്ട് എന്നല്ലാതെ ഒരു കാലഘട്ടത്തിൽ ഒരു ഇസ്ലാമിന്റെ അസർ പോലും, ഇസ്ലാമിന്റെ അടയാളം പോലും ബാക്കിയില്ലാതെ ഇസ്ലാം തുടച്ചു നീക്കപ്പെട്ടതിന്റെ അടിസ്ഥാന കാരണം എന്താ? ഈ തുള്ളിച്ചാട്ടം തന്നെ. ഇസ്ലാം മറന്നുകൊണ്ട് മറ്റുള്ളവരുടെ സംസ്കാരം നമ്മൾ അടുത്തണിയുകയും അവരെപ്പോലെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഇസ്ലാമില്ലെങ്കിൽ സഹോദരന്മാരെ നമുക്ക് ജീവൻ ഉണ്ടാകൂല. ഈ ഉമ്മത്തിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ, ഈ ഉമ്മത്തിന്റെ ഖൽബ് എന്ന് പറഞ്ഞാൽ ഈമാനാണ്, ഇസ്ലാമാണ്. ആ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ദീൻ, ആ ഊർജ്ജം നമുക്കില്ലെങ്കിൽ നമ്മളൊക്കെ ചണ്ടികളായിരിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. ആ ചണ്ടികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒരു വിലയുണ്ടാവില്ല. ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയവും അവിടെ മനസ്സിൽ ഈ ആളുകളെ സംബന്ധിച്ചുണ്ടാകൂല. അതാണ് പലപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എണ്ണത്തിലും വണ്ണത്തിലും കൂടുതലുണ്ടാകും, പക്ഷേ ശക്തിയിലും അതുപോലെ തന്നെ ഇസ്സത്തിലും അവർ വട്ടപൂജയായിരിക്കും. കാരണം എന്താ? ദീനില്ലാത്തതുകൊണ്ട് തന്നെ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെങ്കിലും ആ ഒരു സംസ്കാരം വരാതിരിക്കാൻ സഹോദരന്മാരെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ആ രീതിയിൽ തന്നെ അനുസരിക്കുകയും അതിജീവിതത്തിലുടനീളം പാലിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇടയിലുള്ള ബന്ധങ്ങളിൽ വളരെയധികം ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ വിചാരമെന്ന മഹാപാപത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള എല്ലാ വാതിലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അടച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് ഒരു സ്ത്രീ ഒരു പുരുഷന് കൈ കൊടുക്കുന്നതൊക്കെ ഒരു പ്രശ്നമില്ലാതെ, പ്രത്യേകിച്ചും ക്യാമ്പസുകളിലും രാഷ്ട്രീയത്തിലും ഇനി കല്യാണത്തിൻ്റെ അവസരങ്ങളിലാണെങ്കിൽ പോലും ഒരു അന്യ പെണ്ണ് അന്യ പുരുഷന് കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, ഇന്നി ലാ ഉസാഫിഹുൻ നിസാ, ഞാനൊരിക്കലും സ്ത്രീകളോട് മുസാഫത്ത് നടത്തുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മുസ്ലിമായിക്കൊണ്ട് കടന്നു വരുന്ന ആളുകളുടെ അടുക്കൽ പ്രവാചകൻ കൈപിടിച്ചുകൊണ്ടാണ് ബൈഅത്ത് വാങ്ങാറുള്ളത്. പുരുഷന്മാരാണെങ്കിൽ പ്രവാചകന്റെ അടുക്കൽ ബൈഅത്ത് ചെയ്യൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് നിർബന്ധമാണ്, ആ കാലഘട്ടത്തിൽ ജീവിച്ച മുസ്ലിമീങ്ങളാണെങ്കിൽ. അതുകൊണ്ട് മുസ്ലിമായി വന്നു കഴിഞ്ഞാൽ പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യും. എന്നാൽ സ്ത്രീകളാണ് വന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാൽ മാത്രമാണ് ബൈഅത്ത് ചെയ്യുക.
ഇതിന്റെ ഗൗരവം പ്രവാചകൻ പറയാണ്, ഒരു തനിക്ക് അവകാശമില്ലാത്ത, തന്റെ മഹറമല്ലാത്ത ഒരു സ്ത്രീയുടെ കൈ, അല്ലെങ്കിൽ തന്റെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു മനുഷ്യൻ സ്പർശിക്കുക എന്നത് പറഞ്ഞാൽ അതിനേക്കാൾ നല്ലത് അയാളുടെ തലയിൽ ആണി അടിച്ച് കയറ്റലാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഒരിക്കലും ഒരു നോർമലൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ചില ആളുകൾ പറയും, എന്താ ഒരു പെണ്ണിന് കൈ കൊടുത്താൽ? അയാളുടെ മനസ്സിൽ ഒരു മോശമായ ചിന്ത ഉണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അല്ല, മനസ്സിൽ എന്ത് ചിന്തിച്ചാലും വേണ്ടില്ല, ഇതൊക്കെ എൻ്റെ പെങ്ങളെന്നല്ലേ. ചില ആൾക്കാർ ഞാൻ എൻ്റെ കസിനാണ്, ആരാണ് മഹറം എന്ന് പോലും നമ്മുടെ സമുദായത്തിൽ നിന്ന് അറിയില്ല. എളാപ്പാന്റെ കുട്ടികളാണെങ്കിലും മൂത്താപ്പാന്റെ കുട്ടികളാണെങ്കിലും അമ്മായിന്റെ കുട്ടികളാണെങ്കിലും ഒക്കെ സ്വന്തം പെങ്ങന്മാരെ പോലെയാണ് ആളുകൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദീനിന്റെ അതിരുകൾ അറിയാത്ത കുഴപ്പം ഈ വിഷയത്തിലുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഉസാഫിഹുൻ നിസാ, നിങ്ങൾക്ക് പുരുഷന്മാർക്കൂടെ കൂടെ ജമാഅത്തുകൾ സ്ത്രീകൾക്ക് പങ്കെടുക്കാം, അത് തർക്കമൊന്നുമില്ല. പക്ഷെ സ്ത്രീകളുടെ സഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബാക്കിലാണല്ലോ, പുരുഷന്മാരുടെ സഫിൽ ബാക്കിലാണല്ലോ. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നിട്ടുള്ള സഫില്ലല്ലോ. ഇപ്പൊ ചില ആളുകൾക്ക് എല്ലാ സ്ഥലത്തേക്കും പെണ്ണുങ്ങൾക്ക് പോകാം, പ്രകടനത്തിന് പോകാം, ജാറത്തിൽ പോകാം, മറ്റൊടുത്ത് പോകാം. പെണ്ണുങ്ങൾ പള്ളിക്ക് മാത്രം വരാൻ പാടില്ല, അത് വേറെ ഫിത്നയാണ്. എല്ലാ സ്ഥലത്തേക്കും പെണ്ണുങ്ങൾ അഴിഞ്ഞാട്ടം, പ്രത്യേകിച്ചും ജാറത്തിൽ നട്ടപ്പാതിരി നേരത്തും അതുപോലെ തന്നെ വയലിനും എല്ലാത്തിനും പെണ്ണുങ്ങൾ പോയാൽ ഫിത്ന ഉണ്ടാകും. അവിടെ ഒന്നും ഫിത്ന ഉണ്ടാവില്ല. സ്വന്തം ഭർത്താവിന്റെ കൂടെ അല്ലെങ്കിൽ സ്വന്തം ആങ്ങളയുടെ കൂടെ വളരെ സുരക്ഷിതത്തോട് പെണ്ണ് പള്ളിയിൽ വന്നാൽ അത് ഹറാം. അത് ആലോചിച്ച് നോക്കണം. അത് സമുദായം വേറെ ചികിത്സിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോൾ അതിലേക്ക് കിടക്കണം. ഞാൻ പറഞ്ഞത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട നിർബന്ധിതരായിട്ടുള്ള സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഏത് രംഗത്തും അവർ പ്രവർത്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. സഹോദരന്മാരെ, അപ്പോഴേ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ദീനുണ്ട് എന്നതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അത് നമുക്ക് വെറുതെ തോന്നാണ്. ഞാനൊരു ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഒരു ചുക്കും അയാളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ നഷ്ടപ്പെടാനില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും ഏത് സ്ഥാനത്തേക്കും ദീനനുസരിച്ച് കൊണ്ട് തന്നെ ജീവിക്കുന്ന ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ ദീൻ ഒഴിവാക്കിയാൽ ഇതൊക്കെ നടക്കുള്ളത് പിശാച് നമ്മുടെ മനസ്സിലിട്ട് തന്ന ഒരു ചിന്തയാണ്. അത് നമ്മളെല്ലാവരും മാറ്റുകയും അതിനനുസരിച്ച് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ദീനാണ് സഹോദരന്മാരെ നമ്മുടെ അടിസ്ഥാനം. ദീനില്ലെങ്കിൽ നമ്മളില്ല, നമ്മുടെ അസ്തിത്വം തന്നെ തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് കൂടി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും എല്ലാവിധ ഫസാദുകളിൽ നിന്നും അല്ലാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കെണികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുകയും ക്ഷയിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഅ്സിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا